ഇന്നലെ വൈകിട്ട് 6:30 സ്വർണ്ണ നിർമ്മാണ സ്ഥാപനത്തിലെ 2 ജീവനക്കാരെ വഴിയിൽ വെച്ച് തടഞ്ഞ് 2-അംഗ സംഘം 117 പവൻ സ്വർണം അപഹരിച്ചത്. ഇതിനുശേഷം ഇവർ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പിന്നീട് നടന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റ്. സ്വർണ്ണ നിർമ്മാണ സ്ഥാപനമായ നിഖില ബാംഗിൾസിലെ ജീവനക്കാരായിരുന്നു സിവേഷും സുകുമാരനും. ജ്വല്ലറികളിൽ സ്വർണം കാണിച്ച ശേഷം തിരികെ മടങ്ങുന്നതിനിടെയാണ് 2-അംഗ സംഘം ബൈക്കിലെത്തി കവർച്ച നടത്തിയത്. സിവേഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സിവേഷിന്റെ സഹോദരൻ ബെൻസലിലേക്ക് കൂടി എത്തിയതോടെ കേരള പോലീസിന് പിന്നീട് ഒട്ടും സമയം കളയേണ്ടി വന്നില്ല. കവർച്ചയ്ക്ക് പദ്ധതിയിട്ടത് സിവേഷ് തന്നെയാണ്. ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് വിശ്വാസമുള്ള 2 പേരും കൂട്ടി ഇത് സ്റ്റേജ് ചെയ്ത് വേറെ പേരറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാനും കഴിഞ്ഞു. സിവേഷിനും സഹോദരൻ ബെൻസലിനും പുറമെ സുഹൃത്ത് ഷിജുവാണ് മോഷണ സംഘത്തിലെ 3-ാമത്തെയാൾ. പ്രതികളുടെ വീട്ടിൽ നിന്ന് നഷ്ടമായ മുഴുവൻ സ്വർണവും അന്വേഷണ സംഘം വീണ്ടെടുത്തു. കവർച്ച നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലും അന്വേഷണത്തിൽ നിർണായകമായി. പ്രതികൾ സഞ്ചരിച്ച ബൈക്കിനെ പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.